വാദം, പിത്തം, കഫം. കഫത്തിനെ പറ്റി കൊച്ചുകുട്ടികൾ വരെ അറിയുന്ന ഒരു വാക്കാണ്. ഈ കഫം എന്നുള്ള വാക്ക്, കഫത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത ഒരൊറ്റ ആൾക്കാർ ഇന്ന് ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് ലോകത്തിലുണ്ടാവത്തില്ല. അതായത് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കഫത്തിൻ്റെ ഉപദ്രവങ്ങൾ. അപ്പോൾ ഇത് ഈ നമ്മുടെ ശരീരത്തിൽ 3 ആയുർവേദത്തിൻ്റെ ഒരു ചികിത്സയുടെ ഒരു ബേസിക് ഫണ്ടമെൻ്റലാണ് വാതപിത്ത കഫങ്ങളുടെ സമാനമായിട്ടുള്ള പ്രവർത്തനം, ശരിയായിട്ടുള്ള പ്രവർത്തനം. അതിനൊക്കെ ഓരോരോ പ്രവർത്തനങ്ങൾ സങ്കല്പിച്ച് ആചാര്യൻ കൽപ്പിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ സമമായിട്ടുള്ള പ്രവർത്തന ആരോഗ്യവും അതിൻ്റെ ഏറ്റക്കുറച്ചുകളോ ദുഷ്ടിയോ വരുമ്പോൾ അതൊരു പല വിധത്തിൽ രോഗങ്ങളും ആകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ കഫം എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഭാഷയാണ്. നമ്മൾ ഈ ചുമച്ച് തുപ്പുന്നതോ കാർക്കിച്ച് തുപ്പുന്നതോ ആയിട്ടുള്ള സാധനമല്ല കഫം. ഒരു നേർമയുള്ള ഒരു പുതപ്പ് പോലെ നമ്മുടെ ശരീര അവയവങ്ങളിലെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും ഒരു മ്യൂക്കസ് മെമ്പറൈൻ പോലെ, അതായത് നമ്മൾ നേർമയുള്ള ഒരു പുതപ്പ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. വളരെ നൈർമല്യമുള്ള ഒരു പുതപ്പ്, ഒരു കണ്ണാടി പോലത്തെ ഒരു പുതപ്പാണ്. നമ്മൾ ചുമച്ച് തുപ്പുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കഫം എന്ന് പറയുന്നത്. കഫത്തിൻ്റെ ഉപദ്രവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ടുള്ള ദഹനപ്രക്രിയ ശരിയാവാണ്ടാവുമ്പോൾ അത് മലിനമാകുകയും, ശരിക്കും അതിനൊരു ടെക്നിക്കൽ ഫോമുണ്ട്, ടെക്നിക്കൽ വേർഡുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആമം എന്നാണ് പറയുന്നത്. ഈ ആമമാവുന്ന, അതായത് അന്നരസം, അന്നം ദഹിക്കാണ്ട് അത് ആമമായിട്ട് രക്തത്തിലേക്ക് കടക്കുകയും ഈ രക്തത്തിൽ നിന്ന് കടന്നു കഴിയുമ്പോഴത്തേക്കിന് അത് രസധാതു എന്ന് പറയും. ആ രസധാതു രക്തത്തോടൊപ്പം ശരീരത്തിൽ സർവ്വ അവയവത്തിലേക്കും അതിങ്ങനെ സംക്രമിക്കുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ബ്ലഡ് സ്ട്രീം, അതായത് രക്തം എത്തുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു സെല്ലുകളിലേക്ക് വരെ ഇങ്ങനെ ഈ രക്തം ഇങ്ങനെ പോകുന്നു. ഈ പോകുന്ന വഴിക്ക് എവിടേക്കാണോ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്, എവിടേക്കാണോ അപ്പോൾ എന്ന് വെച്ചാൽ പറ്റി പിടിച്ചിരിക്കുന്നത്, ആ അവയവം പലവിധ രോഗത്താൽ കേടാവുന്നു. അപ്പം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തിയറി, അതായത് നമ്മൾ എന്ത് കഴിക്കുന്നോ അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കഫം ഫോം ചെയ്യുന്നത്. ഉദാഹരണം, ശർക്കര കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കഫം കണ്ടമാനം വരിക്കും. ആഹാരങ്ങൾ, പലവിധ ആഹാരങ്ങളുണ്ട്. അതിനകത്ത് ചോറ് കണ്ടമാനം കഫത്തിന് വർദ്ധിപ്പിക്കുന്നത്. അതാണ് കഫം ദൂഷയതി എന്ന് പറഞ്ഞിട്ട്, കഫം ദുഷിച്ചിട്ട് പ്രമേഹ രോഗിയായി ഈ ആൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാം പ്രമേഹ രോഗിയായി തീർന്നു, അല്ലെങ്കിൽ കഫം സംബന്ധിച്ചിട്ടുള്ള ശ്വാസം മുട്ടലുകാരനാകുന്നു, അല്ലെങ്കിൽ തുമ്മൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സന്ധികൾ തോറും ഈ കഫം വന്ന് പറ്റി പിടിച്ചിട്ടിട്ട് നമുക്ക് അതുപ്രകാരമുള്ള രക്തവാദമോ ആമവാദമോ അല്ലെങ്കിൽ സന്ധിവാദമോ അങ്ങനത്തുള്ള രോഗങ്ങളായിത്തീരുന്നു. അപ്പം ഈ കഫം നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ അത് ദുഷിച്ചാൽ നമുക്ക് അതിൻ്റെ മുഖാന്തരം ഉണ്ടാകുന്ന പല രോഗങ്ങളെ ഉണ്ടാവും. അത് എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകുന്നത് വെച്ചാൽ, ഏത് അവയവത്തിലാണോ ഇത് ചെന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ആ അവയവം, അതായത് അതിനകത്ത് ആചാര്യനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ കാർമേഘം പോയിട്ട് പർവ്വതത്തിൽ തടഞ്ഞു നിന്നിട്ട് മഴ പെയ്യിക്കുന്നത് പോലെ. അപ്പം രക്തത്തോടൊപ്പം കലർന്നു പോകുന്ന ആ ദുഷിച്ച അന്നരസം, അതായത് ദുഷിച്ച കഫം, അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നു. അപ്പം ഏതെങ്കിലും അവയവത്തിൽ അത് ചെന്ന് സഞ്ചയിക്കുന്നു, അല്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ അവയവം അത് രോഗത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ ചിലർക്ക് അത് ശ്വാസം മുട്ടലായിട്ട് വരുന്നു, ചിലർക്ക് കഴുത്തിൻ്റെ പിന്നിൽ വേദനയായിട്ട് വരുന്നു, ചിലർക്ക് തലവേദനയായിരിക്കും, ചിലപ്പോൾ തുമ്മലായിരിക്കും. അങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ സന്ധികൾ തോറും നീരും വേദന ചിലപ്പോൾ സ്കിന്നിലേക്ക് വരുമ്പോഴായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പല ത്വക്ക് രോഗങ്ങളായിട്ട് വരും, ചിലർക്ക് അത് സോറിയാസിസ് ആയിട്ടോ അങ്ങനെ തുടങ്ങി പല രോഗങ്ങളായിട്ട് ഏത് അവയവത്തിലാണെന്ന് വന്നാൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള രോഗത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഫം വർദ്ധിക്കുന്ന സാധനങ്ങളുടെ അമിത ഉപയോഗം. എന്നും ഉപയോഗിച്ചാൽ കഫം വർദ്ധിക്കുക. അതേപോലെ തന്നെ എന്നും മത്സ്യം ഉപയോഗിച്ചാൽ കഫം വർദ്ധിച്ചു. എരിവും പുളിയും ഉപ്പും അമിതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും പുളിയും കണ്ടമാനം കഫത്തിന് മധുരരസവും കണ്ടമാനം കഫത്തിന് വർദ്ധിപ്പിക്കുന്നത്. സ്ഥിരമായിട്ട് മധുരപദാർത്ഥങ്ങളുടെ അമിതമായിട്ട് ഉപയോഗം നമ്മളുടെ ശരീരത്തിന് വണ്ണം വെപ്പിച്ചു കഴിഞ്ഞാൽ കഫം കണ്ടമാനം കൂടുന്നു, ക്രമേണ കൊഴുപ്പും കണ്ടമാനം കൂടുന്നു. ഈ കൊഴുപ്പ് കണ്ടമാനം കൂടുമ്പോൾ എന്തുണ്ടാവും, അല്ലെങ്കിൽ കഫം കണ്ടമാനം കൂടുമ്പോൾ എന്താവും, കഫം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ആയുർവേദത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആചാര്യൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ
തീ കത്തിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്ന് വെച്ചാൽ തീ ഇങ്ങനെ അണഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചാരം വന്ന് മൂടും. ഈ ചാരം വന്ന് മൂടിക്കഴിഞ്ഞാൽ നമുക്കവിടെ വലിയ കട്ടിയുള്ള വിറക് വെച്ച് കൊടുത്താൽ എന്തുണ്ടാവും, അത് കത്തില്ല, തീ അണഞ്ഞങ്ങ് പോകും. അപ്പോൾ കഫത്തിനെയും കൊഴുപ്പിനെയും കുറയ്ക്കാൻ, അമിതമായ വണ്ണമുള്ളവർക്ക് കഫത്തിനെയും കുറയ്ക്കാൻ വ്യായാമത്തിനോളം ഫലപ്രദമായിട്ടുള്ള ഒരൊറ്റ മരുന്നുമില്ല. അപ്പോൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ദിവ്യ ഔഷധമാണ്. 5 രൂപയുടെ ചിലവില്ല, 100% റിസൾട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഒരു പാർശ്വഫലങ്ങളും ഇല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയുടെ മരുന്ന് എഴുതിയാലും എല്ലാവരും വാങ്ങി കഴിച്ചോളും. പക്ഷേ ഇത്തിരി നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് നേരം നിങ്ങൾ വ്യായാമം ചെയ്യുക. എങ്ങനെയായാലും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എങ്കിലുമൊക്കെ ദേഹം നന്നായിട്ട് വേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കഫത്തിൻ്റെ ബ്ലോക്കുകളെല്ലാം പോകും. മുമ്പേ ഈ കഫത്തിൻ്റെ ബ്ലോക്ക് വന്നിട്ട് കഫം വന്ന് അവിടെ ഇവിടെയും പറ്റി പിടിച്ചിരിക്കുമ്പോൾ അവിടേക്കുള്ള വായുവിൻ്റെയും രക്തത്തിൻ്റെയും സഞ്ചാരം അത് വെച്ചാൽ തടസ്സപ്പെടുകയും നമുക്കത് രോഗമായിട്ട് തീരുകയും ചെയ്യും. കഫത്തിനെ കുറയ്ക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് വരണാതി കഷായം, ആരഗ്വതാതി കഷായം, ഷഡ്ധരണം, അതേപോലെ തന്നെ ഇന്ദുകാന്തം, ചിരുവില്വാദി എന്നീ മരുന്നുകളൊക്കെ വളരെ നല്ലതാണ്. വ്യോഷാദി ഗുൽഗുലു, അതേപോലെ ഹിങ്കുവജാതി, വൈശ്വാനരം, ഷഡ്ധരണ ചൂർണം, പിന്നെ ദിരുത്തര ചൂർണം, പഞ്ചകോലം വെള്ളം, ഇന്ദുകാന്തം ഇട്ടിട്ടുള്ള കഞ്ഞി വെച്ച്, ഇന്ദുകാന്തം കഷായം ഇട്ടിട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ നല്ലതാണ്. ദശമൂല അരിതകി, അഗസ്ത്യരസായനം, അങ്ങനത്തുള്ള ലേഹ്യങ്ങൾ, കുറേശ്ശെ താലീസപത്രാദി ലേഹ്യം, ഇതൊക്കെ കഫത്തിനെ കുറയ്ക്കുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ലതാണ് ഒരു ഭക്ഷണക്രമമാണ് എരിവും പുളിയും ഉപ്പ് നന്നായി കുറയ്ക്കുക. ഉഴുന്നിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഴുന്നിൻ്റെ ഉപയോഗം നന്നായി കുറയ്ക്കുക. പിന്നെ കഫത്തിനെ കുറയ്ക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നസ്യം. കഫത്തിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ചികിത്സയാണ് വമനം. ചിലർക്ക് പടലമുലാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അത് നന്നായിട്ട് ഛർദ്ദിച്ച് പോവും. അതേപോലെ തന്നെ ഏറ്റവും നല്ല വയറിളക്കുക, പിന്നെ ഉദ്വർത്തനം ചെയ്യാം, രൂക്ഷസ്വേദങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്യാം, വസ്തിയൊക്കെ ചെയ്യാം. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഫം പഞ്ചകർമ്മത്തിൽ കൂടി വമനം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫലം കിട്ടുന്നതാണ്. അപ്പോൾ ശർക്കര കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ കഫം കണ്ടമാനം വർദ്ധിക്കും. അതേപോലെ ചീര സ്ഥിരമായിട്ട് കഴിച്ചാൽ ഇതുണ്ടാകും. അതേപോലെ തന്നെ തൈരിൻ്റെ നിത്യേനയുള്ള തൈര് ഒരിക്കലും രാത്രി കഴിക്കാണ്ടിരിക്കുക. പുളിയില്ലാത്ത മോര് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കുക, അത് കാച്ചി കഴിക്കാനായിട്ട്. അതായത് അഷ്ടാംഗഹൃദയത്തിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, പുളിയില്ലാത്ത മോര്, അത് നമ്മുടെ ജീരകം, അതേപോലെ തന്നെ മഞ്ഞൾ, അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് കാച്ചിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുതിര വേവിച്ചിട്ട് രസം വെച്ചിട്ട് അതെടുത്തിട്ട് രസം വെച്ചിട്ട് കഴിച്ചാൽ കഫത്തിന് നല്ല കുറവ് കിട്ടും. മുതിര ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കഫത്തിന് നല്ല കുറവ് കിട്ടും. പിന്നെ കുരുമുളകിൻ്റെ ഉപയോഗം, വെളുത്തുള്ളിയുടെ ഉപയോഗം എടുത്തു പറയേണ്ട ഒരു സാധനമാണ് വെളുത്തുള്ളി. അതായത് ഞങ്ങളുടെ അഷ്ടാംഗഹൃദയത്തിൽ ഈ കഫം വന്ന് ആവരണം ഉണ്ടാകുമ്പോഴത്തേക്ക് കൊടുക്കാവുന്നുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് വെളുത്തുള്ളിയുടെ ഉപയോഗം. വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് കുരുമുളകും മുതിരയൊക്കെ വേവിച്ച് അതിൽ നിന്ന് ചാറെടുത്തിട്ട് രസം വെച്ച് കഴിക്കുകയാണെങ്കിൽ കഫത്തിന് നല്ല കുറവ് കിട്ടും. അപ്പം ഈ കഫത്തിനെ കുറയ്ക്കുന്ന, പിന്നെ ചോറിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം നമുക്ക് അത് കഫത്തിനെ കണ്ടമാനം വർദ്ധിക്കും. അപ്പം വ്യായാമത്തിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. ചോറ് ഒരു നേരം ആക്കുക, ഒരു 2 നേരം നിങ്ങൾക്ക് സൂചി ഗോതമ്പ് വറുത്തിട്ട് അത് കഞ്ഞി വെച്ചിട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഏതെങ്കിലും പച്ചക്കറികൾ എന്തെങ്കിലും ചേർത്ത് കഴിച്ചാൽ കഫം നന്നായിട്ട് കുറയും. സൂചി ഗോതമ്പ് വറക്കുമ്പോഴത്തേക്കിന് അതിനകത്തുള്ള കഫത്തിൻ്റെ സ്റ്റാർച്ചിൻ്റെ അംശം കുറയുന്നു. അപ്പം ഈ അരിക്കകത്ത് 72% സ്റ്റാർച്ചുണ്ട്. അതേസമയം വെള്ള ഗോതമ്പിനകത്താണെങ്കിൽ 68% സ്റ്റാർച്ച്, സൂചി ഗോതമ്പിനകത്താണെങ്കിൽ 48% ഉണ്ട്. അത് കുറച്ച് വറുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തുള്ള സ്റ്റാർച്ചിൻ്റെ അംശം കുറയുന്നു. അന്നേരം അത് കഫത്തിനെ നന്നായിട്ട് ക്ഷയിപ്പിക്കുന്നതാണ്. അപ്പം സൂചി ഗോതമ്പിൻ്റെ വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ഒന്ന് മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ സ്വല്പം ഇന്ദുകാന്തം കഷായത്തിൻ്റെ പൊടി ഒരു 20 ഗ്രാം പൊടി എടുത്തിട്ട് കിഴി കെട്ടിയിട്ടിട്ട് ഈ സൂചി ഗോതമ്പ് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ കഫം നല്ലോണം കുറയും. അപ്പം മുതിര എടുത്തു പറയേണ്ട ഒരു മരുന്നാണ്. അതേപോലെ കുരുമുളക്, വെളുത്തുള്ളി അതൊക്കെ നല്ലതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉദ്വർത്തനം വളരെ നല്ലൊരു, അപ്പോൾ ഒക്കെ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ വേദന വരും, സന്ധികളിലൊക്കെ നീരും വേദനയൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും നമ്മൾ തൈലം പുരട്ടാതെയുള്ള ക്രിയാക്രമങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും കഫാർത്തോ, അതായത് കഫരോഗീനെ രൂക്ഷം ചെയ്യാനാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അവിടെ തൈലങ്ങളൊക്കെ പുരട്ടി പിന്നെ പല കിഴികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ പറ്റി പിടിച്ചിരിക്കും, അത് അമർന്നിരിക്കും. എന്നിട്ട് അത് രോഗത്തിനെ വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്യും, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ കേടാക്കും. അതുകൊണ്ട് അഗ്നിയുടെ സമ്പർക്കം കൂടാതെ 10 തരത്തിൽ വിയർപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്ത്
പുതപ്പിച്ച് കിടത്താം. അതേപോലെ തന്നെ ഈ വാതിലും ജനലും ഒക്കെ അടച്ചിട്ടിട്ട് അത് അങ്ങനെ വേർപ്പിക്കുക. അതേപോലെ ചൂടുള്ള ഭക്ഷണം, വ്യായാമം, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഏതെങ്കിലും നമുക്കൊന്ന് ചെയ്യാം. അപ്പം ഈ ചെയ്യാവുന്ന ഏതെങ്കിലും ചികിത്സ നമ്മൾ ചെയ്യുക. അതേപോലെ പഞ്ചകർമ്മത്തിൽ വമനം, നസ്യം, അതേപോലെ ഉദ്വർത്തനം, രൂക്ഷസ്വേദങ്ങൾ, വിരേചനം, വസ്തി, അങ്ങനത്തുള്ള എല്ലാം ഘട്ടം ഘട്ടമായിട്ട് നോക്കുക. ധാന്യാമ്ലത്തിലുള്ള സ്വേദം, പല പ്രകാരേണയുള്ള ധാന്യാമ്ലത്തിലെ സ്വേദം ഏറ്റവും നല്ലതാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വെറ്റിംഗ് മെക്കാനിസം. മലര്, അവല്, മുതിര, തിന, അതേപോലെ തന്നെ ചാമ, അതേപോലെ തന്നെ ചെറുനാരങ്ങ, ചുക്ക്, അയമോദകം, ആ വക കുറേ മരുന്നുകൾ ഇട്ടിട്ട് 7 ദിവസം രാപകൽ തീ കത്തിച്ചെടുക്കുന്നത്. ഇത് തന്നെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വലിയ സേദ്യ ഔഷധം എന്ന് പറയും. സേദ്യ ഔഷധം എന്ന് പറഞ്ഞാൽ ഒരു വേർപ്പിക്കുന്നത്. അത് നമ്മളെ ദേഹത്ത് ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഗോ ഇൻ ടു ദ ഡീപ്പ് ഓഫ് ദ സെൽസ്. അപ്പോൾ എന്നിട്ട് അതെല്ലാം ശരീരത്തിന് ഇങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശരീരത്തിലെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തിനെയൊക്കെ ശരിക്കും വേർപ്പ് രൂപേണ ഇങ്ങോട്ട് പുറത്തേക്ക് കളയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് ക്രിസ്റ്റൽ ക്ലിയർ പ്യുവർ ബ്ലഡ്. അപ്പോൾ അതെന്ന് വെച്ചാൽ വളരെ നല്ലൊരു ചികിത്സാക്രമമാണ് ഈ ധാന്യാമ്പലത്തിലുള്ള സ്വേദം. അപ്പോൾ ധാന്യാമ്പലത്തിനകത്ത് പല പ്രകാരം നമുക്ക് മരുന്നുകൾ എടുക്കാം. ശതകുപ്പ, അതേപോലെ കൊട്ടൻ ചുക്കാദിയുടെ ചൂർണം, അതേപോലെ തന്നെ മുതിര വറുത്ത് പൊടിച്ചിട്ട് അങ്ങനത്തുള്ള ഏതെങ്കിലും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കിഴി ചൂടാക്കി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ നീർക്കെട്ടെല്ലാം നന്നായിട്ട് പൊക്കോളും. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണക്രമം ഒക്കെ ഒന്ന് പാലിച്ച് ശരിക്കും ഇത് കഴിഞ്ഞാൽ നീർക്കെട്ടെല്ലാം പോവും. അപ്പോൾ നീർക്കെട്ടൊക്കെ പോകുമ്പം വായുവിൻ്റെ പ്രവർത്തന തടസ്സങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് നല്ലവണ്ണം സുഖമായിട്ടുള്ളൊരു ആരോഗ്യം കിട്ടുകയും ചെയ്യും.